ഷിഗല്ല മരണം. ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. പതറാതെ ഇറാൻ ന്യൂസിലാൻഡിനെ സമനിലയിൽ തളച്ചു. ലോകകപ്പ് സ്വപ്നവുമായി സ്പെയിനിനെ കന്നി അംഗക്കാർ ക്യാബോ വെർഡി സമനിലയിൽ കുരുക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി യുഎസും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നത്. കരാറിനെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കാനും ധാരണയായി. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. കരാർ മാനിച്ച് ഹിസ്ബുള്ള ആക്രമണം നിർത്തി. തെക്കൻ ലെബനിലെ പ്രതിരോധ നിരയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിച്ചേർന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക സമ്മേളനം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈജിപ്ത്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാനുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കും. KSRTC പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. എറണാകുളം സ്വദേശി നൽകിയ ഹർജിയിൽ സാമ്പത്തിക മാനദണ്ഡങ്ങൾ നോക്കാതെ ലിംഗഭേദത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സൗജന്യ യാത്ര നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിവേചനപരമാണെന്നും ആരോപിക്കുന്നു. പ്രതിദിനം 2 കോടിയും വർഷത്തിൽ 800 കോടി രൂപ ഖജനാവിന് ചിലവ് വന്നിട്ടുണ്ടെന്നും ഇത് പ്രതിസന്ധിയായി KSRTCക്ക് വൻ അധിക ബാധ്യതയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പൂക്കാട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 ഇതുവരെ 135 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഏറ്റവും കൂടുതൽ കേസുകൾ കോഴിക്കോട് ജില്ലയിലാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച 43 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നുവെന്നും സമ്പർക്ക പട്ടികയിലുള്ള 103 പേരെ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പതറാതെ ഇറാൻ ന്യൂസിലൻഡിനെ സമനിലയിൽ തളച്ചു. ലോകകപ്പ് സ്വപ്നവുമായി സ്പെയിനിനെ കന്നി അംഗക്കാർ ക്യാബോ വെർഡിയിൽ സമനിലയിൽ പൂട്ടി. കാലിഫോർണിയയിൽ നടന്ന ആവേശകരമായ ലോകകപ്പ് ഗ്രൂപ്പ് G പോരാട്ടത്തിൽ വമ്പന്മാരായ ന്യൂസിലാൻഡിനെതിരെ 2 ഗോളുകൾക്ക് പിന്നിലായ ശേഷവും 2 ഗോളുകൾ നേടി ഇറാൻ ആവേശ സമനില പിടിച്ചു വാങ്ങി. ലോകകപ്പിൽ വമ്പന്മാരായ പോർച്ചുഗൽ ഇന്ന് രാത്രി 10:30-നും അർജന്റീന പുലർച്ചെ 6:30-നും മാറ്റുരയ്ക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യൻ സംഘർഷം വഴിത്തിരിവ്. ഇറാനും യുഎസും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നു. G7 ഉച്ചകോടിയിൽ ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായുള്ള ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ ചർച്ചയ്ക്ക് വഴി തെളിയിക്കുന്നു. KSRTC പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. പതറാതെ ഇറാൻ ന്യൂസിലാൻഡിനെ സമനിലയിൽ തളച്ചു. ലോകകപ്പ് സ്വപ്നവുമായി സ്പെയിനിനെ കന്നി അംഗക്കാർ ക്യാബോ വെർഡി സമനിലയിൽ കുരുക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.